എനിക്ക് പേടിയായി. പൊതുവേ ഡോഗ്സിനെ പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ബ്രിസ്റ്റോളിൽ അൻവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫ്രണ്ട്സ് മാത്രമല്ല ഞങ്ങളെ വെൽക്കം ചെയ്യാനുണ്ടായിരുന്നത്, റോളക്സും ലിയോണും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ എന്റെ നെഞ്ചൊന്ന് ചെറുതായിട്ട് പഠിച്ചു കേട്ടോ. എന്റെ മാത്രമല്ല ഇച്ചുമണിയുടെയും ഷീമോന്റെയും ഒക്കെ. പിന്നീട് അങ്ങ് കമ്പനിയായി അവര്. പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങ് അറ്റാച്ച്ഡ് ആയില്ല, എന്താണെന്നറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരേ ഒരു പെറ്റേ ഉള്ളൂ, ഞങ്ങളെ വീട്ടിൽ വളർത്തിയ ജിക്കി. എന്റെ മോനിക്കൊണ്ടൊന്ന് വയ്യാതായിട്ടുണ്ടെങ്കിൽ, അവന് ഫിറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ മോനിക്കൊണ്ട കട്ടിലിന്റെ അടിയിൽ നിന്ന് അവൾ മാറത്തില്ല. ഞങ്ങൾ കോളേജിൽ നിന്ന് വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു വെപ്രാളം കാണണം. അങ്ങനെ അത്രയും ക്ലോസ് ആയിരുന്ന ജിക്കി എൻ്റെ മോനിക്കുട്ടൻ ഞങ്ങളെ വിട്ടു പോയപ്പോൾ അവളും 3 ദിവസം കഴിഞ്ഞപ്പോൾ എവിടെയോ ഇറങ്ങിപ്പോയി. ഒരു ദിവസം ഞാനും മമ്മിയും കൂടെ മൈസൂരിൽ കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ജിക്കിയെ പോലെ ഒരാൾ കാറിൻ്റെ അടിയിലേക്ക് ഓടിപ്പോകും. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ജിക്കി ജിക്കി എന്ന് വിളിച്ചു പോകുന്നിടത്ത് മമ്മി പറയുന്നുണ്ട് അത് നമ്മുടെ ജിക്കി അല്ലാന്ന്. എന്നാലും കാറിൻ്റെ അടിയിൽ അവളെ പോയി വിളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ 2 കൊരയും അതുപോലെ തന്നെ എന്നെ കടിക്കാനും വന്നു. അന്ന് തുടങ്ങിയ പേടിയാണ്. അതെപ്പോഴെങ്കിലും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എവിടെയെങ്കിലും വെച്ച് എൻ്റെ പുതിയ ജിക്കിയെ കണ്ടുമുട്ടുന്നത് വരെ. അങ്ങനെ ഞങ്ങൾ ബൂസ്റ്ററിൽ നിന്ന് നേരെ എത്തിയിരിക്കുന്നത് ബ്രിസ്റ്റോളിലാണ്, അൻവിൻ്റെ വീട്ടിൽ. അൻവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ 2 ദിവസം അങ്ങ് അടിച്ചു പൊളിച്ചു കേട്ടോ. പിള്ളേർ ഫുൾ ഓൺ മൂഡിലായിരുന്നു. പിന്നെ നമ്മൾ ബ്രിസ്റ്റോൾ അപ്പച്ചനും അമ്മച്ചിയും പോയി കണ്ടു. ചനു ഉണ്ടായിരുന്നു, അവരും കുറേ നാളായി ലേവിക്കുട്ടിനെ കണ്ടിട്ട്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അക്കയും ഫാമിലി നേരെ ലെസ്റ്ററിലേക്ക് വിടുകയാണ്. ജോലിയുണ്ട്, നമുക്ക് നേരെ വെയിൽസിലേക്ക് പോകാം.